ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ആരാണ് ഇനിയിപ്പോൾ ചോദിക്കുന്ന ആരാണ് ഇരകൾ? അങ്ങനെ ഇരകളുടെ പേര് പറയേണ്ട, അത് അറിയേണ്ട നിയമ സംവിധാനത്തിൽ അറിഞ്ഞോളും. അതിൻ്റെ കാര്യമൊക്കെ ശ്രീ പി എ പ്രജി പറയും. ഞാൻ താങ്കളിലേക്ക് വരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ വലിയ അർത്ഥത്തിൽ സ്ത്രീ സംരക്ഷണം ഒക്കെ പ്രതിരോധമായി മുമ്പോട്ട് വെക്കുന്ന പലരുമുണ്ട്. ഇത് ആദ്യമായി ഇങ്ങനെ ഒരു പ്രശ്നം രൂപപ്പെടുന്നു. അതിനുശേഷം കുറച്ച് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് റൈസ് ചെയ്ത് വരുന്നു. ആധികാരികമായ തെളിവ് അല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോലുള്ള ചാനലുകൾക്ക് അത് എടുക്കുന്നതിന് പരിമിതിയും ഉണ്ടായിരുന്നു. അതൊക്കെ നാം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് കേൾക്കുന്നു അത് എവിടെയോ സെറ്റിൽ ചെയ്തു എന്ന്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെത്തി പറയുന്നു, കണ്ടോ തന്നെക്കുറിച്ച് വളരെ തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നു, വ്യാജാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഒരു ഓതൻറ്റിക് മാധ്യമം എന്ന നിലയിൽ, ആധികാരിക മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇതിനെ സംബന്ധിച്ച് അത്തരം വിവരങ്ങളില്ലാത്തതുകൊണ്ട് നമ്മളത് വാർത്തയായി നൽകുന്നുമില്ല. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ട്വിസ്റ്റ്, അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സിലേക്ക് വേണം എന്ന് തരത്തിൽ പറയാം. പിന്നീടാണ് ഒരു പെൺകുട്ടി ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ സംബന്ധിച്ച് പറയുന്നതും പരസ്യമായി പ്രതികരിക്കുന്നതും, പിന്നീട് അതിനെ തുടർന്ന് നിരവധി പേരെത്തുന്നതും, പിന്നീടാണ് ഓഡിയോ ശകലം എത്തുന്നതും. അപ്പോഴാണ് ആദ്യമുണ്ടായിരുന്ന സംഭവം ശരിയായിരുന്നു, അത് ഒതുക്കി തീർക്കാൻ പലരും ഇടപെടുകയാണ്, സഹായിക്കുകയാണ് ചെയ്തത് എന്നൊക്കെയുള്ള വിവരങ്ങളും പുറത്തുന്നത്. അപ്പോൾ 2 പെൺകുട്ടികളെ ഗർഭഛിദ്രം നടത്തി എന്നിപ്പോൾ ഈ FIR-ലും നമുക്ക് കാണാനാകും. അങ്ങനെയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഈ ഭയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, ഇതിനെ ആദ്യം സെറ്റിൽ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്ഥാപനമുണ്ടെങ്കിൽ, വ്യക്തികളുണ്ടെങ്കിൽ, മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ അവരൊക്കെയും നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ടേ? അങ്ങനെ കൂടിയുള്ള അന്വേഷണത്തിലേക്ക് ഇത് വ്യാപിക്കുമോ ശ്രീ എം ജയചന്ദ്രൻ? അല്ല, അന്വേഷണം അതിൻ്റേതായ നിലയിൽ നീങ്ങട്ടെ അജിംഷാദ്. നമ്മളതിനെ സംബന്ധിച്ചൊരു മുൻവിധിയോടെ കാണേണ്ട കാര്യവുമില്ല, അങ്ങനെ പറയേണ്ട കാര്യവുമില്ല. ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് നൽകിയ DGPക്ക് നൽകിയ പരാതിയിൽ, പിണറായി വിജയൻ അടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയിട്ടുള്ള പരാതിയിൽ 2 പേര് രാഹുൽ മാങ്കൂട്ടത്തിനോട് യോജിക്കുന്നവരും അദ്ദേഹത്തെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഭാവി തകർക്കാൻ ഉദ്ദേശിച്ചുള്ളവരാണെന്നൊക്കെയുള്ള ആക്ഷേപമുള്ള ആ പരാതികൾ 2 അടക്കം എടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. അതവിടെ നിൽക്കട്ടെ. റജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം റജി. ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളൊക്കെ വളരെ വലിയ തലപ്പൊക്കം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സമുന്നതനായ PT ചാക്കോ. യാത്ര ഹൃദയം പൊട്ടി മരിക്കുമ്പോഴും കോൺഗ്രസ് നേതാവായിട്ട് തന്നെ മരിച്ച PT ചാക്കോ എന്തായിരുന്നു? കോൺഗ്രസിൽ തന്നെ പ്രതിപക്ഷമല്ല, അന്നത്തെ എതിർപക്ഷമല്ല കേട്ടോ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ ഉണ്ടാക്കിയ ഒരു അപസർപ്പക കഥ. അതിൽ അദ്ദേഹത്തെ കുരുക്കിയാണ് പീച്ചിയിലെ പെണ്ണ് കേസ്. കൂടെ അദ്ദേഹം കാറിൽ പോയപ്പോൾ, പീച്ചിയിലേക്ക് പോയപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള കഥ ചമച്ചു വിട്ട് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കാൻ ഇടയാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ MLA, താങ്കൾ മുമ്പേ മഹാനായി വിശേഷിപ്പിച്ച ആ MLA PT ചാക്കോയുടെയൊന്നും ഒരു രോമത്തിൻ്റെ വില പോലും ആർജിച്ചിട്ടില്ല ഇതുവരെ എന്ന് മനസ്സിലാക്കണം. ആ PT ചാക്കോയെ ചതിച്ചു കൊന്നവരാണ്, ഹൃദയം പൊട്ടി മരിക്കാൻ ഇടയാക്കിയവരാണ് താങ്കളുടെ പ്രസ്ഥാനം അടക്കം. ഇപ്പോഴല്ല, പണ്ട് മുതലേ തുടങ്ങിയ പണിയാണത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന പ്രശ്നം ഇതാണ്: എന്തുകൊണ്ടാണ് തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറയാൻ ഈ പാലക്കാട് MLAക്ക് സാധിക്കാത്തത്? ഇപ്പോഴും പുറത്തുനിന്ന് പറയണ്ട, ഒരു പ്രസ്താവന എഴുതി മാധ്യമങ്ങൾക്ക് കൊടുക്കാമല്ലോ. ഒരു പ്രസ്താവന, എന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണിത് എന്ന് എന്താണ് പറയാത്തതിനൊറ്റ കാരണമല്ലേ ഉള്ളൂ. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ വസ്തുതകൾ ഒരുപാടുണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ കേട്ടതേ ഉണ്ടായിരിക്കാം, AICCക്ക് പരാതി അയച്ചിരുന്നു ഒരു മുൻ MP. പാർട്ടിയുടെ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നതാണ് പുനഃസംഘടനയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള സമയങ്ങളിൽ. സംഘടനാപരമായി അദ്ദേഹത്തിൻ്റെ മകളോട് ചെയ്തത്, ഈ യുവ MLA ചെയ്തത് എന്താണെന്നറിയാത്ത കോൺഗ്രസ്സുകാരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവർ ആ പാർട്ടിയിൽ പ്രവർത്തിക്കാനേ പാടില്ല. ഇനി താങ്കളടക്കം ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുക കേട്ടോ. എത്ര നീചമായിട്ടാണ് ഇടപെടുന്നത് അത്ര കാര്യങ്ങളിലൊക്കെ.
എന്നിട്ട് ഇതിനെ എന്തോ അദ്ദേഹം കോൺഗ്രസ് സഹയാത്രികനാണ്, കോൺഗ്രസിന്റെ വക്താവല്ല. അല്ല, വക്താവായിട്ടല്ല, കോൺഗ്രസ് സഹയാത്രികനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടേതായ അടിസ്ഥാനപരമായ പിന്നെ ഒരു ജെന്യുവിനിറ്റി വേണ്ടേ, ഒരു മനസാക്ഷി വേണ്ടേ, ഒരു മനസാക്ഷി കുത്ത് വേണ്ടേ. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഒരു പൊതുവേദിയിൽ ഇതുപോലെ സംവാദവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത്ര നീചമായി സ്വന്തം നേതാക്കളുടെ വീടുകളിലടക്കം ഇനി പുറത്തു വരാത്ത വലിയൊരു കഥ കിടക്കുന്നുണ്ട് കേട്ടോ, വലിയൊരു ചരിത്രം. അത് ചെറിയ കാര്യമൊന്നുമല്ല, ഞാനിപ്പോൾ അത് സൂചിപ്പിക്കുന്ന പോലുമില്ല. അത്തരം ഒരുപാട് കഥകളുള്ള. എന്നിട്ട് അല്ല, UDFൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിന് സ്വന്തം വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നൊരു ദുര്യോഗം ഇയാൾ വഴി, ഇതേ നേതാവ് വഴി, അത് വേറൊരു സംഗതിയുണ്ട്. അതിപ്പോൾ കുറേശ്ശെയൊക്കെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആ വിവരം പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയാം, പക്ഷേ ഞാനത് ലീക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിശുദ്ധനാക്കാൻ നോക്കരുത് ശ്രീ റജി, വിശുദ്ധനാക്കാൻ നോക്കുകയും ചെയ്യരുത്. തീർച്ചയായും.